ഗുരുജി, എല്ലാവരുടെ ഒരു സംശയമാണ്, ആരാണ് സിദ്ധൻ? അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഇവരെയൊക്കെ പറഞ്ഞു നടക്കുന്നത്. സിദ്ധൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. സിദ്ധികൾ കാണിക്കുന്നവനൊന്നും സിദ്ധനല്ല, അതൊരു മാജിക്കാണ്. അതൊന്നും സിദ്ധി എന്നൊന്നും പറയില്ല. അഷ്ടമാസിദ്ധികൾ നമ്മൾ പറയുന്ന സിദ്ധികളൊന്നും അല്ല. അതായത് കാരണശരീരം, സ്ഥൂല ശരീരം, സൂക്ഷ്മം, കാരണം കഴിഞ്ഞ് മഹാകാരണത്തിലേക്ക് നിങ്ങളുടെ പ്രൊമോഷനിലേക്ക് വരും. അതിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ആ മെഡിറ്റേഷൻ്റെ എഫക്റ്റ് പൂർണ്ണമായി കഴിയുന്ന സമയം നിങ്ങൾക്ക് അണിമാതി സിദ്ധികൾ ഫാം ചെയ്യും. അണിമാതി സിദ്ധികൾ എന്ന് പറഞ്ഞാൽ ശരിക്ക് അണുവാകുന്നതും, അതുപോലെ നമ്മുടെ ഹനുമാനെ പോലെ വലുതാകുക, ചുരുങ്ങുക, ഇങ്ങനെ സംഭവങ്ങളൊക്കെ, ആകാശഗമനം, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വരും. അങ്ങനെ മൊത്തം 64 സിദ്ധികളുണ്ട്. അതിൽ ഏറ്റവും മേജറായിട്ടുള്ള 8 പേര് അഷ്ടസിദ്ധികൾ എന്ന് പറയും. അപ്പം ഇങ്ങനെയുള്ള ഒരു സംഭവം അത് സിദ്ധൻ എന്ന് പറയും. എന്നാൽ സിദ്ധി ഇത് മാത്രമല്ല സിദ്ധനെ കൊണ്ട് പറയുന്നത്. സിദ്ധൻ എന്ന് പറയുമ്പോഴത്തേന് അവന് മണി, മന്ത്ര, ഔഷധം, മണി ഉണ്ടായിരിക്കും, മന്ത്രം ഉണ്ടായിരിക്കും, ഔഷധമുണ്ട്. ഇത്രയും മൂന്നും കൂടെ ബേസ് ചെയ്ത് പഠിച്ച ഒരു ഹയസ്റ്റ് ലെവലിൽ അവൻ എത്തിയിരിക്കും. എന്നാൽ ഇതെല്ലാം ഉണ്ട്. മണി എന്ന് പറയുന്നത് നമ്മൾ സാധാ മണിയല്ല, രസമണി എന്ന് പറഞ്ഞില്ലേ, ഗമനമണി, സ്തംഭനമണി, ഇങ്ങനെ മണികളുണ്ട്. പണമാണെന്ന് കരുതി മണി എന്ന് പറഞ്ഞാൽ ആ മണിയല്ല, രസമണി വിദ്യ. അതായത് അത് അങ്ങനെ, അത് കൽപ്പവിധികളിലൊക്കെ വരുന്നതാണ് രസമണി വിദ്യ എന്ന് പറയും. ആ രസമണിയുണ്ട്. അത് കഴിഞ്ഞ് ഔഷധം. ഈ രസമണി എന്ന് പറഞ്ഞാൽ എന്താണ്? രസമണി എന്നാൽ മെർക്കുറിയെ വന്നിട്ട് പല രീതിയിൽ അതിന് പ്രിപ്പയർഡായി അതിനെ വന്നിട്ട് ശക്തി കൊടുത്ത് നമുക്ക് എന്ത് കാര്യവും ചെയ്യാൻ സാധിക്കും. സ്പർശമണിയുണ്ട്, അതുപോലെ ഗമനമണിയുണ്ട്. സ്പർശമണി എന്ന് പറഞ്ഞത് നമ്മുടെ ചെമ്പിനെ സ്വർണ്ണമാക്കാം, അതിനെ ടച്ച് ചെയ്തിട്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ശരി, ഇതെല്ലാം പഠിച്ചിരിക്കും. കാരണം ഇതെല്ലാം ഉള്ളവരാണ്. കാരണം സിദ്ധൻ എന്ന് പറഞ്ഞാൽ സിത്തറുകൾ, തമിഴിൽ പറയും സിത്തറുകൾ എന്ന് പറയും. ഈ സിത്തറുകളുടെ ഉദ്ദേശം തന്നെ ആത്മീയമുണ്ട്, ജ്യോതിഷമുണ്ട്, മന്ത്രമുണ്ട്, തന്ത്രമുണ്ട്, യന്ത്രമുണ്ട്, എല്ലാ സംഭവങ്ങളും ഒരു കൂട്ടിക്കലർന്ന ഒരു വലിയ പൊക്കിഷമാണ് ഈ സിദ്ധന്മാർ. ആ സിദ്ധികളെല്ലാം ഇവർ എന്തിനാ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള കർമ്മങ്ങൾ ചെയ്യാം. ഇപ്പം സ്തംഭനമണി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം എവിടെ വേണമെങ്കിലും നമുക്ക് ഇപ്പം കുണ്ടലിനിയുടെ എനർജിയെ എവിടെ വേണമെങ്കിലും സ്തംഭിപ്പിക്കാൻ കഴിയും. എന്നിട്ട് അതെ അത് സ്തംഭിപ്പിക്കാനുള്ള സ്തംഭനമണി എന്ന് പറയും. ആകർഷണമുണ്ട്, പ്രത്യേക മണിയുണ്ട്, അമൃതമണിയുണ്ട്, അതേപോലെ തന്നെ ഗമനമണിയുണ്ട്. ഗമനമണി വായിലിട്ട് കഴിഞ്ഞാൽ ഗമനക്കുളിയാന്ന് പറയും. വായിക്കകത്തിട്ട് കഴിഞ്ഞാൽ ആകാശത്തൂടെ പറന്നൊക്കെ പോകാം, ഈസിയാണ്. അതുപോലെ കാജരിയുടെ ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ പോകാം. ഇങ്ങനെയുള്ള വിദ്യകളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ഈ ആത്മീയം മാത്രമല്ല ഇവർക്കുള്ളത്, വൈദ്യം സ്ട്രോങ് ആയിട്ട് ചെയ്യും. മാന്ത്രികമുണ്ട് ഇവർക്ക്. മാന്ത്രികത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ പഠിക്കും. അത് കഴിഞ്ഞ് തന്ത്രയുടെ കാര്യങ്ങൾ, യന്ത്രങ്ങളുടെ കാര്യം, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു സർവകലാശാലയെ പോലുള്ള ഒരു സ്റ്റേജ് ഇവർക്ക് ഉണ്ടായിരിക്കും. അവരെ കയ്യിൽ ഇല്ലാത്തതൊന്നുമില്ല. കായശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? കായശുദ്ധി, കായസിദ്ധിയുണ്ട്, കായശുദ്ധിയുണ്ട്, രണ്ടുമുണ്ട്. ആദ്യം ശുദ്ധിയാണ്, കായം ശുദ്ധിയാക്കണം. കായശുദ്ധി ഉണ്ടാകുന്നത് 5 ശുദ്ധികളുണ്ട്. 5 ശുദ്ധി ആദ്യം വന്നിട്ട് ശരീരം, മലശുദ്ധി എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണം ശരീരത്തിലുള്ള ആഹാരം നമ്മൾ എടുക്കുന്നത്, ആഹാരത്തിൽ നമ്മുടെ കൂടുതൽ നല്ല വെജിറ്റേറിയൻ ആയിട്ടുള്ള ആഹാരങ്ങൾ, പിന്നെ അതുപോലുള്ള വെള്ളം, പിന്നെ അടുത്തത് ഈ നമ്മുടെ ഇതുണ്ടല്ലോ ഉപ്പ്, എരിവ്, പുളി എന്ന് പറഞ്ഞ 3 തമോ ഗുണമായിരിക്കുന്ന 3 ശക്തികൾ, അതിനെല്ലാം കുറയ്ക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു വരുന്നത്. ശരിക്കും ഉപ്പിനടുത്ത് കളയാനാണ് പറയുന്നത്. ഉപ്പില്ലാത്തവനാണ് യോഗിയാകുന്നതെന്ന് പറയും. അപ്പം ഉപ്പിനെ കളയുക എന്നുള്ളത്, അല്ലെങ്കിൽ ഉപ്പിനെ സ്ഫുടം ചെയ്ത് കഴിക്കാൻ പറയും. ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ കായത്തിനെ വന്നിട്ട് ശുദ്ധി ചെയ്യാൻ കഴിയും. അങ്ങനെ അത് ഒരു വിധത്തിലുള്ള ശുദ്ധി. വീണ്ടും അടുത്ത ശുദ്ധി വരുന്നുണ്ട്. അതിൽ അടുത്ത ശുദ്ധി എന്ന് പറയുന്നത് ജലശുദ്ധി എന്ന് പറയും. വെള്ളം നമ്മൾ കഴിക്കുന്നത് നല്ല ശുദ്ധമായ ജലം, അത് അമൃതജലമാണ് കഴിക്കേണ്ടത്. അമൃതജലം എങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ വെള്ളത്തിനെ തിളപ്പിക്കുന്ന സമയം മുകളിൽ മൂടിയെടുത്ത് വെച്ച് നമ്മുടെ ഈ ചാരായം എങ്ങനെ വാറ്റുന്നു അതേപോലെ വാറ്റിയെടുക്കുന്ന വെള്ളം, ആ വെള്ളമാണ് റിയൽ അമൃതജലം.
അല്ലാതെ വെറും വെള്ളമല്ല, വെള്ളത്തിനെ തിളപ്പിച്ച വെള്ളമല്ല. വെള്ളത്തിനെ തിളപ്പിക്കുന്ന സമയത്ത് നീരാവിയാകും. നീരാവിയെ തണുപ്പിച്ച് ആ വെള്ളത്തിനെയാണ് അമൃതജലം എന്ന് പറയുന്നത്. ഈ അമൃതജലം ഒരാൾ കഴിക്കുകയാണെങ്കിൽ ശരീരശുദ്ധി ഉണ്ടാകും, അത് ജലശുദ്ധിയായി. അത് കഴിഞ്ഞ് ഭൂതശുദ്ധിയിൽ അഗ്നിശുദ്ധി എന്ന് പറയും. അഗ്നിശുദ്ധിക്കാണ് നമ്മൾ പ്രാണായാമം, അഗ്നിസാരക്രിയ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ടെക്നിക്സ് എല്ലാം പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം വയറിന് വന്നിട്ട് ഇപ്പം നമ്മുടെ ആഹാരം കഴിക്കുമ്പോൾ തന്നെ ഫുൾ ആഹാരം കഴിക്കരുത്. അപ്പോൾ നമ്മുടെ ഇതിന് കാൽവയർ ആഹാരം, കാൽവയർ വെള്ളം, പിന്നെ വന്നിട്ട് ബാക്കിയുള്ള ഭാഗം എന്ത് ചെയ്യണം, അര ഭാഗം കംപ്ലീറ്റ് എം ടി ആയിരിക്കണം. അപ്പോൾ അഗ്നിയെ വന്നിട്ട് എക്സ്പാൻഷൻ ചെയ്യാൻ തുടങ്ങും. വയർ നിറഞ്ഞിരുന്നാൽ അഗ്നി കൊണ്ട് ഫാം ചെയ്യില്ല. അപ്പം നമുക്ക് കൂടുതൽ അഗ്നിയെ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയുള്ള അഗ്നിസാരക്രിയ പോലുള്ള ടെക്നിക്സ് എല്ലാം യോഗയിലുണ്ട്. അത് അഗ്നി. അത് കഴിഞ്ഞ് വായുശുദ്ധി. വായുശുദ്ധിക്ക് നിങ്ങളുടെ പ്രാണായാമം ഹൈ ലെവൽ ചെയ്തെങ്കിൽ വായുശുദ്ധി ഉണ്ടാകും. അപ്പോൾ ഹൈ ലെവൽ നമ്മൾ പ്രാണായാമം ചെയ്യുക, അപ്പോൾ വായുശുദ്ധി ഉണ്ടാവും. അത് കഴിഞ്ഞ് ഈതർ, ആകാശശുദ്ധി എന്ന് പറയും. എംറ്റിനെസ് ഫാം ചെയ്യലാണ്. അപ്പം നമ്മുടെ ശരീരം മാത്രം ശുദ്ധി ചെയ്താൽ ഒന്നും കിട്ടിയില്ല. ആത്മാവിനെ ശുദ്ധി ചെയ്യുന്നതാണ് മനസ്സ്. മനസ്സും ആത്മാവും രണ്ടല്ല ഒരു സാധനം തന്നെ. അപ്പം ഈ മനസ്സ് വന്നിട്ട് വിഘടിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിന് ഈഗോ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഫാം ചെയ്യുന്നത്. മനസ്സിൽ ഈ അഹം മനസ്സും പുറം മനസ്സായിരിക്കുന്ന രണ്ട് മനസ്സിനെയും ഒരുപോലെ ശുദ്ധി ചെയ്തെടുക്കണം. ശുദ്ധി ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, അതിന് കൂടുതൽ എംറ്റിനെസ് ആക്കി മാറ്റണം. മനസ്സിനെ നമ്മുടെ എംറ്റിനെസ് ആക്കി കൊണ്ടുവരുന്നതാണ് എന്താണ് നമ്മുടെ ഈതർ ശുദ്ധി എന്ന് പറയുന്നത്, ഈതർ ആക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈതറിനെ കൂടുതൽ നമ്മുടെ ബോഡിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിനെ ഇല്ലാതെയാക്കണം. അതിനാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ വായുധാരണ കഴിഞ്ഞാൽ അടുത്തത് മെഡിറ്റേഷനിലാണ് പോകുന്നത്. ഇത്രയും വരുമ്പോൾ പഞ്ചഭൂത ശുദ്ധിയായി കഴിയും. പഞ്ചഭൂതത്തിൽ ശുദ്ധിയായി കഴിഞ്ഞാൽ നമുക്ക് മുക്തി താനേ കിട്ടിക്കൊള്ളും. മുക്തിക്ക് വേണ്ടി അലയേണ്ട ആവശ്യമൊന്നുമില്ല.